ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റ് ടൂറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ അപ്പാർട്ട്മെൻ്റ് ഒന്ന് കാണിക്കണം, അല്ലെങ്കിൽ ഇവിടുത്തെ ഹൗസിംഗ് സിറ്റുവേഷൻ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ. വെൽക്കം ഹോം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ അപ്പാർട്ട്മെൻറ്റ്. സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ആണ്, പക്ഷേ എന്നെ പോലെ ഒരാൾക്ക് ഇത് ഒരു കൊട്ടാരമാണ് ശരിക്കും പറഞ്ഞാൽ. സോ നൗ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഓക്കെ, സ്റ്റാർട്ടിങ് വിത്ത് ദ കിച്ചൺ. ഇതാണ് എൻ്റെ കിച്ചൺ. അത്യാവശ്യത്തിന് നല്ല വലിപ്പമുള്ള കിച്ചണാണ്. നിറയെ സ്റ്റോറേജ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഡക്ഷൻ അടുപ്പാണ്, കാരണം ഇത് പുതിയ ബിൽഡിംഗ് ആണ്, അതുകൊണ്ട്. പിന്നെ നമുക്കിവിടെ മൈക്രോവേവ് ഉണ്ട്, പിന്നെ ഡിഷ് വാഷറുണ്ട്. ഞാൻ ഒരിക്കലും ഉപയോഗിക്കാത്ത ഡിഷ് വാഷർ, എല്ലാവരും എന്നെ കളിയാക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്ന ഡിഷ് വാഷർ. പിന്നെ ഫ്രിഡ്ജുണ്ട്, പക്ഷേ സൂമിൻ ചെയ്യണ്ട, നല്ല വൃത്തിയൊന്നുമില്ല, അതുകൊണ്ട് അത് അങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് സ്മോൾ കിച്ചൺ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ ഇതാണ് എൻ്റെ ഡൈനിങ് ടേബിൾ. എനിക്ക് തോന്നുന്നൊരു ഇവിടെ മാറിയിട്ട് ഒരു 5 തവണ പോലും ഈ ടേബിൾ യൂസ് ചെയ്തിട്ടില്ല. ആകെ യൂസ് ചെയ്തതൊക്കെ എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുള്ളപ്പോഴാണ് കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ വലിയ ഉപയോഗമൊന്നുമില്ല, എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇല്ലല്ല, ഒരു ഉപയോഗമുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ വാനിറ്റി സ്റ്റേഷൻ. എന്നെ കണ്ടാലേ അറിയില്ലേ ഞാനൊരു ബ്യൂട്ടി ക്വീനുള്ള അങ്ങനെയല്ല, പക്ഷെ എനിക്ക് വലിയ ഒത്തിരി ബ്യൂട്ടി ഐറ്റംസിൻ്റെ ആവശ്യമില്ല. 1-2 സാധനങ്ങളൊക്കെ ഉള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ റൂമിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങളിൽ ഒന്നാണ് ഫുൾ ലെങ്ത് മിറർ. ഫുള്ളായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ എല്ലാം കാണാൻ പറ്റും. എല്ലാം കാണാനല്ല, ഫുള്ള് കാണാൻ പറ്റും. പിന്നെ എന്നെക്കാളും നീളമുള്ളത് കൊണ്ട് പിന്നെ ഒന്നും പറയണ്ട, കൊള്ളാല്ലേ, സെറ്റ് സാധനമാണ്. എല്ലാ റൂമിലും ഒന്നും ഇതില്ല. അറ്റ്ലീസ്റ്റ് ഈ ബിൽഡിങ്ങിൽ എല്ലാ റൂമിലും ഉണ്ട്, അടുത്ത ബിൽഡിങ്ങിൽ എല്ലാ റൂമിലും ഒന്നും ഇല്ല. അവരൊക്കെ വാങ്ങി വെക്കുക ചെയ്തത്. പക്ഷെ എൻ്റെ റൂമിലുണ്ട്, ആൻഡ് ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ സ്റ്റഡി ഏരിയ. അപ്പോൾ ഇവിടെ ഞാൻ മിക്കവാറും വരുന്ന അവിടെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ ലാപ്ടോപ്പിൽ ചാർജ് തീരാറാകുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കുത്തിയിട്ടിട്ട് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യും. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഭയങ്കര മോട്ടിവേഷനൊക്കെ വന്നിങ്ങനെ കുളിച്ച് റെഡിയായി ഇങ്ങനെ ഒത്തിരി വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രൊഡക്ടിവിറ്റി ഒക്കെ തോന്നുന്ന ദിവസം ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യും. അപ്പോൾ പിന്നെ ഇതിലോട്ടൊന്നും നോക്കണ്ട, ഇതൊക്കെ എനിക്ക് എന്താ പറയുക, എൻ്റെ ടു ഡു ലിസ്റ്റും പിന്നെ എനിക്ക് തന്നെ മോട്ടിവേഷന് വേണ്ടി ഞാൻ തന്നെ എഴുതി വയ്ക്കുന്ന ഓരോ സംഭവങ്ങളൊക്കെയാണ്, ഓരോ കോട്ട്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഫോട്ടോസ്, ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു ഐറ്റമാണ്, നാടിനെ ഓർമ്മിപ്പിക്കാനായിട്ട്. ബാക്കി ഐറ്റംസൊക്കെ ഇവിടെ നിന്ന് വാങ്ങിയതാണ്. പിന്നെ ഇത് എൻ്റെ പ്രൈഡ് ആൻഡ് ജോയ്, എൻ്റെ ബുക്സ്. ഞാനിപ്പോൾ ഇതിലെത്രണ്ണം വായിച്ചു? 1 2 3 4 5 വായിച്ചു. ഇനി അടുത്ത വായിക്കേണ്ട ബുക്സാണ് ഇരിക്കുന്നത്. അടുത്ത ഞാൻ വായിക്കാൻ പോകുന്നത് ദിവനെയാണ്. അപ്പോൾ ഇതെനിക്ക് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എൻ്റെ കസിൻ അയച്ചെന്ന ബുക്കാണ്. താങ്ക്സ് അബി, എൻ്റെ ആദ്യത്തെ ഹാർഡ് കവർ ബുക്ക്. ഐ ലവ് ഇറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതാണ് ഞാൻ എൻ്റെ റൂമിലുള്ളപ്പോൾ ഒരു 75 to 80% ചിലവഴിക്കുന്ന എൻ്റെ കൗച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ ഇവിടെ കിടന്നുറങ്ങാൻ പറ്റത്തില്ല, മേലൊക്കെ നല്ലതായിട്ട് വേദിക്കും പിറ്റേന്ന് എണീക്കുമ്പോൾ. ഞാൻ ഉറങ്ങിയിട്ടുണ്ട്, ബട്ട് നെറ്റ്ഫ്ലിക്സ് ഒക്കെ കാണാനായാലും ഫ്രണ്ട്സ് വരുമ്പോഴെല്ലാം ചില്ല് ചെയ്യുന്നത് ഇവിടെയാണ്. പിന്നെ ഇപ്പം ഞാൻ വായിച്ച് ഈ ഇടയ്ക്ക് തീർത്ത ബുക്കാണ് ദ ബുക്ക് കീപ്പർ ഓഫ് അലപ്പോ. നല്ല ബുക്കാണ്, നൈസാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. പിന്നെ യെസ്, ഇതാണ് എൻ്റെ ബെഡ്. നല്ല വലിയ ബെഡാണ്, എനിക്ക് ഇത്രയും വലിപ്പത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഈ ഒരു മൂലയ്ക്കാണ് ഞാൻ കിടക്കുന്നത്, ഇത്ര വലിയ ബെഡിൻ്റെ ആവശ്യമില്ല. പിന്നെ അതൊരു ഫോട്ടോ ഫ്രെയിമാണ്. ഫോട്ടോ വയ്ക്കാനായിട്ട് എൻ്റെ ഫോട്ടോ ഒന്നും ഇല്ല. എൻ്റെ ഫാമിലിയുടെ അമ്മയും പപ്പയും ഭാവിയൊക്കെ ഉള്ള ഫോട്ടോ എൻ്റെ അടുത്ത് വെക്കണമെന്ന് കുറേ നാളെ വിചാരിക്കുന്നു. അടുത്ത ഇനി ബാത്റൂം. ഷവറുണ്ട്, പിന്നെ നമ്മുടെ പൈപ്പില്ല, ബക്കറ്റും കോരി കുളിക്കാനൊന്നും പറ്റില്ല, ബട്ട് ദാറ്റ്സ് ഓക്കെ. പിന്നെ നമ്മുടെ എല്ലാ ബാത്റൂമിലൊക്കെ കാണുന്ന പോലത്തെ ഐറ്റംസ് തന്നെയാണ്, അത്ര ഉള്ളൂ. ഇവിടെ പറയാനൊന്നുമില്ല, അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതെന്താ, ഇതെൻ്റെ വിൻ്റർ ജാക്കറ്റ്സ് ആണ്. ഇതൊക്കെ എടുത്ത് മടക്കി വെക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റത്തില്ല, കാരണം സ്പ്രിംഗ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നല്ല തണുപ്പുണ്ടായിരുന്നു, ഇന്നലെയൊക്കെ മഴയും കാറ്റും സീനായിരുന്നു. പിന്നെ ഷൂസും കാര്യങ്ങളും. പിന്നെ ഇനി ഒരു കാര്യമുണ്ട്, എനിക്ക് ഈ റൂമിൽ മിറർ പോലെ വേറെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്
എൻ്റെ വലിയ വിൻഡോസ്. ഇതാണ് എൻ്റെ ഈ റൂമിലെ ഫേവറേറ്റ് സ്ഥലം. ആക്ച്വലി സോഫയും ഈ ഒരു വിൻഡോ സ്പേസും രണ്ടും ഈക്വലി ഫേവറേറ്റ് ആണ് എൻ്റെ. ഭയങ്കര വലിയ വിൻഡോ ഉണ്ട്. ഇങ്ങനെ നമ്മൾ തുറക്കുമ്പോൾ നിങ്ങളിങ്ങനെ വിചാരിക്കും വന്ന് വീണെന്ന്. ഇല്ല, വീണില്ല. ഇതിങ്ങനെ നമുക്കിങ്ങനെ വേണമെങ്കിൽ തുറന്നു വെച്ചിരിക്കാൻ പറ്റും, ഒരു കുഴപ്പമൊന്നുമില്ല. എനിക്കൊന്ന് ഇവിടെയും ജർമ്മനിയിലും ഒക്കെ മാത്രമേ ഇങ്ങനത്തെ വിൻഡോസ് ഉള്ളൂ എന്ന് തോന്നുന്നു. എനിവേസ് ഇങ്ങനെയും തുറക്കാൻ പറ്റും. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? അപ്പോൾ വേണ്ടേ മിക്കവാറും ദിവസം ഞാൻ ഇങ്ങനെ തുറക്കുന്നില്ലല്ലേ ഈശ്വരാ. ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ വന്ന് നിൽക്കും. കാരണം ഇത് സൺസെറ്റ് ചെയ്യുന്ന സൈഡാണ്. അപ്പോൾ ഇവിടെ വൈകിട്ട് നല്ല ഒരുവിധം ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ സ്പ്രിങ് ആയതുകൊണ്ട് നല്ലൊരു സൂര്യപ്രകാശവും ചില സമയത്ത് സ്കൈയൊക്കെ നല്ല കളറായിരിക്കും, നല്ല ഓറഞ്ച് റെഡ്, ചില സമയം പിങ്കൊക്കെ ആയിരിക്കും, നല്ല നല്ല ഭംഗിയാണ്. അപ്പോൾ വൈകിട്ടൊരു ചായ ഇട്ട് ഇവിടെ ഒന്നിങ്ങനെ നിന്ന് ആൾക്കാരൊക്കെ വാങ്ങി നോക്കി ചായയൊക്കെ കുടിച്ചിരിക്കാൻ നല്ല അടിപൊളിയാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ വന്ന് നിന്ന് വായി നോക്കുമ്പോൾ മറന്നു പോകും ടെൻഷനൊക്കെ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ താഴത്തോട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ആൾക്കാർക്ക് ബാൽക്കണിയൊക്കെ ഉണ്ട്. അവരൊക്കെ ഇച്ചിരി റിച്ച് ടീംസാണ്. അവർ കൂടുതലാണ് റെൻറ്റ് കൊടുക്കുന്നത്, നമ്മളെപ്പോലൊന്നുമല്ല. നമ്മുടെ അത്ര പൈസ ഒന്നുമില്ല. അപ്പം നമുക്ക് എന്താ പറയുക, ബാൽക്കണി ഇല്ല. പക്ഷേ കുഴപ്പമില്ല, വലിയ വിൻഡോ ഉണ്ട്, ഡോറ് തുറക്കാനും പറ്റും. അത്രയൊക്കെ മതി. കൂടുതൽ വേറെ അത്യാവശ്യത്തിനുള്ള ആവശ്യങ്ങളേ ഉള്ളൂ. പിന്നെന്താണ്, അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് അപ്പാർട്ട്മെൻറ്റ് വേറെ ഒന്നും വിട്ടു പോയിട്ടില്ലല്ലോ. ഇനി ഈ അപ്പാർട്ട്മെൻറ്റിൽ കുറേ ഫെസിലിറ്റീസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ജിമ്മുണ്ട്, പിന്നെ ലോണ്ട്രി. നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് ഇവിടെ ലോണ്ട്രിക്ക് സെപ്പറേറ്റ് റൂമുണ്ട്. എല്ലാ ഫ്ലോറിലും ഒരു ലോണ്ട്രി റൂമുണ്ട്. അതൊക്കെ കാണിച്ചു തരാം. അയ്യോ ചാവി 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 എടുക്കട്ടെ. ഇതാണ് നമ്മുടെ ലോണ്ട്രി റൂം. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഇവിടെ തൊട്ട് റെക്കോർഡായത് ഫുള്ള് സ്ലോ മോഷനിലാണ് റെക്കോർഡായത്. അപ്പോൾ വാട്ട് ഐ സെഡ് വാസ്, ഇതാണ് ലോണ്ട്രി റൂം. ഇവിടെ ഡ്രയർ സെപ്പറേറ്റ്, വാഷിംഗ് മെഷീൻ സെപ്പറേറ്റ് ആണ്. പിന്നെ 3 എണ്ണമാണ് ഈ റൂമിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 3 ഡ്രയർ, 3 വാഷിംഗ് മെഷീൻ. ആൻഡ് ദാറ്റ്സ് ഓൾ വാട്ട് ഐ സെഡ്. നൗ ലെറ്റ്സ് ഗോ ടു ദ ജിം. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ജിമ്മിനകത്ത് ആരും കാണില്ല. ആരും ഇല്ലെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം. അകത്തൊരു കുട്ടി നിന്ന് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എനിക്കൊരു ജിമ്മുണ്ട് ഗൈസ്. എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഒരു ജിമ്മുണ്ട്. അവിടെയാണ് എൻ്റെ പോസ്റ്റ് ബോക്സ്. എൻ്റെ ലെറ്റേഴ്സും പാർസലൊന്നും അതിൻ്റെ അത് കയറില്ല. അവരിവിടെ ഉണ്ട്, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് പോകും. അവിടെയാണ് ലെറ്റേഴ്സൊക്കെ വരുന്നത്. ഇനി നമുക്ക് എവിടെ പോവാം? ബേസ്മെൻറ്റിൽ പോവാം. അവിടെയാണ് നമ്മുടെ സൈക്കിളൊക്കെ പാർക്ക് ചെയ്യുന്നത്. ബാ. ഇതാണ് ഞങ്ങളുടെ സൈക്കിൾ പാർക്കിംഗ് ഏരിയ. ഇവിടെ ഒരുവിധം എല്ലാ സ്റ്റുഡൻസിൻ്റെയും നല്ല അക്കൗണ്ടല്ലേ, സാരില്ല, എല്ലാ സ്റ്റുഡൻസിൻ്റെയും സൈക്കിളുണ്ട്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കാണിക്കൊന്നുമില്ല, സൈക്കിൾ അത്രേ ഉള്ളൂ. വരും. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റുവട്ടം നമുക്കൊന്ന് കാണിച്ചു തരാം. ബാ. അല്ല, നമുക്കല്ല, നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ എൻ്റെ ബിൽഡിംഗ്. ഇവിടെ ഇതുപോലത്തെ ഒരു 5 ബിൽഡിംഗ് ഉണ്ട് മൊത്തം. ഞാൻ ഏറ്റവും അവസാനത്തെ ബിൽഡിങ്ങിലാണ്. പിന്നെ നമുക്ക് ഇവിടെ തന്നെ ഒരു സ്പോർട്സ് സെൻ്ററൊക്കെ ഉണ്ട്. അത് കണ്ട ഈ വലിയ ബിൽഡിംഗ്. പക്ഷേ ഞാൻ വലുതായിട്ട് പോകാറൊന്നുമില്ല, വല്ലപ്പോഴൊക്കെ പോകും. പക്ഷേ അടുത്ത മാസം തൊട്ട് ഞാൻ എല്ലാ ദിവസവും പോകും. ഞാൻ അതിൻ്റെ സബ്സ്ക്രിപ്ഷനൊക്കെ എടുത്തു ഗൈസ്. ഇവിടെ നമുക്ക് ഇങ്ങനെ വേണ്ട, ഇവിടെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ അവിടെയൊക്കെ പോയിരിക്കാം. നല്ല രസമാണ്.
ഞാൻ പോയി ഇരിക്കാറില്ല. പിന്നെ അതിൻ്റെ അടുത്ത് ഒരു സ്കൂളുണ്ട്, ഇവിടുത്തെ ലിവാർഡൻ സ്കൂൾ. ഇവിടെ ഒത്തിരി ഇന്ത്യൻസിൻ്റെ ഒക്കെ മക്കളൊക്കെ ഇവിടെ വന്ന് പഠിക്കുന്നത് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒത്തിരി ഇന്ത്യൻസിനെ ഇവിടെ കണ്ടിട്ടുണ്ട്, പിള്ളേരെയൊക്കെ ഡ്രോപ്പ് ചെയ്യാൻ വരുന്നതൊക്കെ. ഒത്തിരി ഇല്ല, എന്നാലും കുറച്ച് പേരുണ്ട്. ആക്ച്വലി എനിക്കിപ്പോൾ തോന്നും ഇവിടെയൊക്കെ വൈകിട്ട് വന്നിരിക്കണം, നല്ല രസമുണ്ട്. പക്ഷേ ഇത്തിരി തണുപ്പാണ്. ഇനി മുതൽ വന്നിരിക്കണം. വിൻ്റർ കഴിഞ്ഞപ്പോൾ സ്പ്രിങ് ആയതല്ലേ, അപ്പോൾ ഇച്ചിരി കൂടെ നൈസായിരിക്കും ഇവിടെ വന്നിരിക്കാനും. ചച്ചല്ലേ അടിപൊളി. അവിടെ നിന്ന് നല്ല സൺലൈറ്റും ഉണ്ട്. ഇങ്ങനെ ഈ വാട്ടർ ബോഡീൻ്റെ അടുത്തൊക്കെ വന്നിങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് സ്ട്രെസ്സൊക്കെ മാറുമെന്നാണ് സയൻറ്റിസ്റ്റ് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്കറിയത്തില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ അപ്പാർട്ട്മെൻറ്റ് ടൂർ. ഒരു കുഞ്ഞു വീഡിയോ ആണ് ഉദ്ദേശിച്ചത്, അവസാനം പറഞ്ഞ് ഇത്തിരി വലുതായി പോയെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയേ ഉള്ളൂ. എനിക്ക് കാലൊക്കെ നല്ല തണുത്ത് തുടങ്ങി, ഞാൻ ഇനി അകത്ത് പോട്ടെ. ഓക്കെ, ബൈ ബൈ.